ഇതൊക്കെ ആന ചവിട്ടിപ്പോയതല്ലേ? അതൊക്കെ ആന ചവിട്ടിപ്പോയതാ. ഏറ്റവും കുഴിഞ്ഞല്ലോ. ആ, ഇതൊക്കെ ആന ചവിട്ടിപ്പോയതാ. ഇവിടെ കുറേ സമയം ആന നിന്നു. ഇവിടെ കുറേ സമയം ആന നിന്നു, കുറേ നേരം നിന്നു. ആ, കോടികൾ മുടക്കി ആന മുതലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല, ഒരു ഫലവുമില്ല. ആന ഇങ്ങോട്ട് തന്നെ ഇറങ്ങും അല്ലേ? ആ, എന്തിനും സർക്കാർ ഇങ്ങനെ കോടികൾ ആർക്ക് വേണ്ടി മുടക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് അവരുടെ കൃഷി കുറപ്പിക്കാനോ? നമുക്കൊരു സാധനം കൃഷി ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ല. ഒരു സാധനം കൃഷി ചെയ്യാൻ നമുക്ക് പറ്റുന്നുമില്ല. നമുക്ക് ഒന്നും ദുരിതം തന്നെ. ഇറങ്ങി വന്നത് നോക്കുമ്പോൾ അവിടെ നോക്കി ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ബേക്കിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ ആണ് ഈ ആന പോലെ നിൽക്കുന്നതന്നെ. ഇപ്പോഴാണ് ആന ലറ്റിച്ചപ്പം പാഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കണിച്ചാറ് അണങ്ങോട് മേഖലയിലാണ്. ആനശല്യം തന്നെയാണ് ഇന്നലത്തെ നമ്മുടെ ടോപ്പിക്ക്. കണിച്ചാറ് അണങ്ങോട് മേഖലയിൽ ഓടന്തോട് ഭാഗത്തൊക്കെ ആനശല്യം വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഒരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഒരു എപ്പിസോഡ് ഓടന്തോട് ഭാഗത്തു നിന്നുള്ള ഒരു എപ്പിസോഡ് ഇട്ടിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ റെയറായിട്ട് മാത്രം ആന വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ആനയുടെ ഒരു ശല്യം അല്ലെങ്കിൽ ആന പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആൾക്കാർ ഈ ഭാഗത്തൊക്കെ എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നറുക്ക് വീഴുന്ന പോലെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേൺ എന്ന് വരുമെന്നാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ആൾക്കാരുള്ളത്. ഇതുവരെ ആന കയറാത്ത പ്രദേശത്തൊക്കെ ആന വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു ആകപ്പാടെ ഒരു ഭീതിയിലാണ് ആൾക്കാരുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം, ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, ബുധനാഴ്ച ആന ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങി കൃഷികളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിനി ആ ചേട്ടനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഒന്നിലധികം ആൾക്കാർക്ക് കൃഷിനാശവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവരുടെ അനുഭവം നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം കേട്ടോ. ഈ കാണുന്ന റബ്ബർ തോട്ടത്തിലൊക്കെയാണ് ആന വന്നത്. ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഏതായാലും നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ചേട്ടൻ്റെ ഈ ഒരു പറമ്പിലാണ് ആന വന്നത്. നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സജി തോമസ്. സജി തോമസ്. കൂറമുള്ളിൽ. ആ, ഈ സ്ഥലം ആണങ്ങോട് ആണങ്ങോട് തട്ട്. എന്നാണ് ഇത് സംഭവം ഉണ്ടായത്? മിനിങ്ങാന്ന് വെളുപ്പിന്. മിനിങ്ങാന്നല്ലേ? അതായത് ബുധനാഴ്ച. എവിടം വരെ എങ്ങനെയൊക്കെയാണ് ആന ഇങ്ങനെ തട്ട് ഇങ്ങനെ എന്തോ ഒച്ച കെട്ടിട്ടാണ് വെയിറ്റ് വരുന്നത്. എന്തോ ചാടി വരുന്നത്. എത്ര മണിയായപ്പോൾ? 2:30. ഓ, 2:30. ആ, വെളുപ്പിന് 2:30 ഒച്ച കെട്ടി വെയിറ്റ് വരുന്നു. പണ്ട് പട്ടി കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ആന കണ്ടു കഴിഞ്ഞാൽ പട്ടി കുറയ്ക്കലില്ല. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കി ഒന്നും കാണുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ബേക്കിൽ വന്ന് ഇവിടെ നോക്കുമ്പോൾ ആണ് ഈ ആന പോലെ നിൽക്കുന്നതന്നെ. ഇപ്പോഴാണ് ആന ലറ്റിച്ചപ്പം പാഞ്ഞ എൻ്റെ അടുത്തേക്ക് വന്നത്. ചേട്ടൻ എവിടം വരെ എത്തി? ഞാൻ എവിടെയാണ് നിന്നത്. ഇവിടെ നിന്നിട്ടാണ് ലൈറ്റ് അടിക്കുന്നത്. ഇവിടെ നിന്നിട്ട് ഇവിടം വരെ എത്തി. അവിടെ എത്തി നിൽക്കുമ്പോൾ ആന അവിടെ പാഞ്ഞു വരുന്നത്. അത് ഞാൻ നേരെ ബേക്കോട്ട് പോയി അതിലാണ് കയറുന്നത്. ആന ഇവിടെ നിൽക്കുമായിരുന്നല്ലേ? ഇവിടെ കാൽപ്പാട് നമുക്ക് കാണാം കേട്ടോ. വലിയ ആനയാന്ന് തോന്നുന്നല്ലേ? ആ, ഭയങ്കര വലിയ ആന. കൊമ്പനാനല്ലേ? എന്നിട്ട് ആന അവിടെ നിന്ന് ചേട്ടൻ്റെ നേരെ വന്നു. അവിടെ നിന്ന് നേരെ വന്നു. എന്നിട്ട് അവിടെ ആന നിന്നു. ഞാൻ നേരെ അപ്പുറത്താണ് കയറി പെരക്കത്ത് കയറിയത്. മുറ്റത്ത് വന്നോ? ആ, മുറ്റത്ത് ഇവിടെ വന്ന് നിന്നു. ഇവിടെ വന്ന് നിന്നിട്ടാണ് നമ്മളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആനങ്ങാതെ പോയി പെരക്കത്തിരുന്നു. അത് കഴിഞ്ഞ് ആന പോയി കഴിഞ്ഞപ്പം പോയെന്ന് മനസ്സിലായി. നമ്മൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കുമ്പോൾ നേരെ അവിടെ നിന്നാണ് പാഞ്ഞ ആന ഇങ്ങോട്ട് വന്നത്. ഓ, അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ കാണുന്ന അവിടുത്തെ അവസ്ഥ തന്നെയാണ്. ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടാണ്. ആണല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. അങ്ങോട്ട് വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് അതിലെ ബേക്കിട്ട് കയറി പോയത്. അത് കഴിഞ്ഞ് അവിടെ വന്ന് കുറേ സമയം നിന്നു. ഇതൊക്കെ ആന ചവിട്ടിപ്പോയതല്ലേ? അതൊക്കെ ആന ചവിട്ടിപ്പോയതാ. ഏറ്റവും കുഴിഞ്ഞല്ലോ. ആ, ഇതൊക്കെ ആന ചവിട്ടിപ്പോയതാ. ഇവിടെ കുറേ സമയം ആന നിന്നു. ഇവിടെ കുറേ സമയം ആന നിന്നു. കുറേ നേരം നിന്നു. ആ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോയതല്ലേ? ആ. ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതിന് മുന്നേ ആന വന്നിട്ടുണ്ടോ? ഇങ്ങനെ വന്നിട്ടില്ല. നേരെ അപ്പുറത്തോടൊക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങനെ വന്നിട്ടില്ല. ആണല്ലേ? ഇത് ഏത് ഭാഗത്തുനിന്നാണ് ശരിക്കും ആന വരുന്നത്? ആന വരുന്ന ഫാമിൽ നിന്ന്. ആറിന ഫാമിൽ നിന്ന്. ഫാമിൽ ആന വരുന്നത്. ആണല്ലേ? ഇപ്പം എല്ലാ സ്ഥലത്തും ഇറങ്ങി ഈ ഒരൊറ്റ ആന ഇങ്ങനെ അത് മിക്ക താഴേക്ക് ആന വരുന്നുണ്ട്. താഴെക്കൂടെ വരുന്നുണ്ട്. അങ്ങേ ഭാഗത്തൊക്കെ വരുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നത്. പക്ഷേ കുന്നിന് ഭാഗത്ത് കയറണം ആദ്യമാണ്. ഇങ്ങനെ കയറണം. ഇങ്ങോട്ട് വരുന്നല്ലേ? ആ, സാധാരണ പറമ്പിക്കൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും വിട്ടുകൂടെ വരുന്നത് ഇത് ആദ്യമാണ്. ആണല്ലേ? ആ. വേറെ എന്തെങ്കിലും ഇവിടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ കളഞ്ഞായിരുന്നോ? കളഞ്ഞത് ഇപ്പോൾ ആ കാണുന്ന ആ വാഴയും പിന്നെ ഇവിടുന്ന് വാഴ അത് വാഴ ഞാൻ മൂടിക്കളഞ്ഞു. ഇവിടെ വാഴ ഉണ്ടായിരുന്നു. ഇവിടെ വാഴ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു വാഴ കളഞ്ഞത്. അവിടെ 2 വാഴ, ഒന്ന് കുലച്ചതും ഒന്ന് കുലയ്ക്കാത്തതും. അങ്ങനെ 2 വാഴയാണ് കളഞ്ഞേക്കുന്നത്. ആണല്ലേ? എന്നിട്ട് ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങിയ? ആ, പിന്നെ ഇതിലേ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് പോയി. ഇതിലുണ്ടായിരുന്നു ചട്ടുപാട്. നേരെ അടുത്ത ആളുടെ പറമ്പിലേക്ക് പോയല്ലേ? ആ, നേരെ താഴെക്കട ചെന്ന് അവിടെ നിന്നാണ് പോയത്. അങ്ങോട്ട് പോയല്ലേ?
അപ്പം ഇങ്ങനെ വീണ്ടും മുറ്റത്തേക്കൊക്കെ വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പേടിയാവുന്ന കാര്യമല്ലേ? കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അല്ലേ? കുരങ്ങായിട്ടും കാട്ടുപന്നിയായിട്ടും മറ്റേ മലാനായിട്ടും അങ്ങനെ പല വരുന്നുണ്ട് ഇവിടെ. എല്ലാം വരുന്നുണ്ട്. മറ്റേ മയിലടക്കം വരുന്നുണ്ട്. ആണല്ലേ? ഒരു സാധനം നട്ടം കിട്ടാത്ത അവസ്ഥയാണ്. ഓഹോ. എല്ലാം കൊത്തി നശിപ്പിക്കുക മയിൽ. മലാനാണെങ്കിൽ വന്നിട്ട് ചേട് മൊത്തം ഉണ്ടായിരുന്ന തിന്നു വെച്ചു. അതുകൊണ്ട് രാത്രി ഇങ്ങനെ കുറയ്ക്കുമ്പം ഏൽക്കുന്നത്. അത് ഞാൻ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ പട്ടി കുറേ നിർത്തുള്ളൂ. മുകളിൽ ആ ഭാഗത്തൊക്കെ അവിടെ എന്താ കളഞ്ഞേ ആന? അവിടെ മൊത്തം ഇങ്ങനെ ഇടിച്ചതൊക്കെ ആക്കി വെച്ചേക്കുക. മൊത്തം ഇതാക്കി വെച്ചേക്കുക. അതെ, അതൊന്ന് കൊണ്ടേ കാണിക്കാമോ? ഓ, അതൊന്ന് കാണേണ്ട കാഴ്ച അത്. ആന അപ്പുറത്തോട്ട് പോയി അവിടെ കുറേ നശിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. പിന്നെ ആന കാൽപ്പാടുണ്ട്. വലിയ ആന തന്നെ കേട്ടോ. വീട്ട കാൽപ്പാടാണ്. ഈ പട്ടിയല്ലേ കുറച്ച്? ആ മാറ്റാ വന്നത്. പട്ടിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു, കുറയ്ക്കാൻ പാടില്ല. അല്ല, ആന പട്ടി കാണുന്നില്ല. പട്ടിക്കൂട് കളയും. അല്ല, പട്ടി ആന കണ്ടു കഴിഞ്ഞപ്പോൾ മിണ്ടിയില്ല. എവിടെയൊക്കെ ചവിട്ടി പോയിട്ടുണ്ടല്ലേ? ആ, ഇതെല്ലാം ഇവിടുന്ന് പാഞ്ഞു വന്ന വഴിയത്. ഇതിലെ പാഞ്ഞു വന്നേ. അലറിയാ? ആ ആണോ? 2 പ്രാവശ്യം അലറി. ആ, അപ്പം എല്ലാവരും അറിഞ്ഞു കാണൂല്ലേ? ആ, ആർക്കും ഇറങ്ങാൻ പറ്റില്ല. എത്ര ഇവിടെ ആർക്കും അറിയത്തില്ല. നമ്മളാകെ പേടിച്ച് വരച്ച ഇപ്പോഴും ചെയ്യുമ്പോൾ നേരം വേണ്ടില്ല. ഇത് കണ്ടോ, ഈ പ്ലാവ് ഒരു ചക്ക ഉണ്ടായിരുന്നു. അതാണ് ഈ അഭ്യാസം പിടിച്ച് ചെയ്തത്. ആ, ചക്ക തിന്നാൻ വരുന്നല്ലേ? ആ, വന്നാൽ അങ്ങനെ ആയിരിക്കണം. ഈ പ്ലാവിലാണ് ഒറ്റപ്പാട് മുറി ഉണ്ടാക്കി കുലുക്കി ആക്കിയത്. ചക്ക മൊത്തം പറിച്ചോ? ആ, അത് ഒന്നുണ്ടായത് പറിച്ചു വെച്ച് പോയി. പിന്നെ ഇതാന്ന് അവിടെ വരെ വന്നു. ഒരു വഴിയാക്കിയല്ലേ? ഇതാ ഭയങ്കര ഇതായിരിക്കും കിട്ടുന്നത്. വേറെ എവിടെയാ? ആ, ഇവിടെ വരെ വന്നിട്ടു. ആണല്ലേ? ആ, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് വന്നു. അങ്ങോട്ട് പിന്നെ വന്നിട്ടാണ് അതിൽ പോയത്. താഴേക്ക് പോയല്ലേ? ആന വരുന്നുള്ളത് നമുക്കറിയത്തില്ല. ആ, ആന അങ്ങനെ വരുന്നതല്ല. അങ്ങനെ വരുന്നതല്ല. കാരണം മുതൽ നേരെ അപ്പുറത്തോടൊക്കെ പോയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ അങ്ങനെ എല്ലാവരും ചക്ക പറിച്ച് വന്ന് ഇവിടെ അങ്ങനെ ചക്ക കളഞ്ഞില്ലായിരുന്നോ? ചക്ക കളയാൻ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് വരുന്നില്ല. വരുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ചക്ക വഹിക്കാനുള്ള ചക്കയുള്ളൂ. പല സ്ഥലത്തും ചക്കയില്ല, എല്ലാവരും കളയുന്നോണ്ടേ. ആ, അത് അങ്ങേ ഭാഗത്തുള്ള ചക്ക എല്ലാം കളഞ്ഞു. അങ്ങനെ നോക്കി പോവാന. കാരണം ഇപ്പം ചക്കയുടെ സീസൺ കഴിഞ്ഞല്ലോ. അതെ അതെ. ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ വരാൻ എന്താണെന്ന് അറിയത്തില്ല. കാരണം കോടികൾ മുടക്കി ആനമതിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല, ഒരു ഫലവുമില്ല. ഇങ്ങോട്ട് തന്നെ ഇറങ്ങും അല്ലേ? ആ, എന്തിനീ സർക്കാർ ഇങ്ങനെ കോടികൾ ആർക്ക് വേണ്ടി മുടക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അത് അവരുടെ കേസ് കൽപ്പിക്കാനാണ്. നമുക്കൊരു സാധനം കൃഷി ചെയ്താൽ നമുക്ക് കിട്ടുന്നില്ല. ഒരു സാധനം കൃഷി ചെയ്യാൻ നമുക്ക് പറ്റുന്നുമില്ല. നമുക്ക് എന്നും ദുരിതം തന്നെ. സർക്കാർ ഇതിന് വേണ്ട ചെയ്താലേ ഉള്ളൂ. ഇത്ര ആനകളും മറ്റു മൃഗങ്ങളൊക്കെ കൃഷി നശിപ്പിച്ചാലും വീണ്ടും കൃഷി ചെയ്യുന്ന നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയല്ലേ? അതെ, നമുക്ക് അനങ്ങായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഏക വരുമാനമാകും അല്ലേ? ആ, നമുക്ക് ഒന്നാമത് പണി കുറവ് പുറത്ത്. ഉള്ള കരിക്കാണെങ്കിൽ തേങ്ങ ആണെങ്കിൽ വന്ന് കുറയ്ക്കുന്ന വെച്ച് പോവാം. ഇപ്പം പണിയില്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇത് വരുമ്പം ഓടിക്കുന്നത് ഒരു കപ്പളം ഞാൻ നമുക്ക് കുറച്ച് കറക്കാൻ പറ്റില്ല. ഇപ്പം കുറച്ച് ആളെ കാച്ചു നിൽപ്പുണ്ട്. അത് നിൽക്കുന്നത് വെച്ചാൽ ഈ നമ്മൾ നിൽക്കുന്നത് വരുമ്പം ഓടിക്കുന്നുണ്ട്. അതിൽ കിട്ടില്ല, മൊത്തം നശിപ്പിക്കുക. ആന ഇവിടുന്ന് പിന്നെ ചേട്ടൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത അപ്പുറത്തെ ആരുടെ പറമ്പിലോട്ട് പോയി? പന്തപ്ലാക്ക് സന്തോഷിൻ്റെ പറമ്പിൽ കൂടെ, എടുത്താരെ റിജോയുടെ പറമ്പിൽ കൂടെ പോയിട്ട് അപ്പഞ്ചേട്ടൻ്റെ പറമ്പിൽ കൂടെ ഇറങ്ങിയിട്ടാണ് പോയത്. അത് എടുത്താൽക്കാരുടെ പറമ്പിൽ തന്നെ. അവിടെ എന്തൊക്കെയോ കുറേ കളഞ്ഞിട്ടുണ്ടല്ലേ? അത് പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങ് പോയിട്ട് അണങ്ങോട്ടിനിപ്പുറം ആണ് ഈ സംഭവം അല്ലേ? അത് അവിടെ നിന്ന് പുഴയിൽ നിന്ന് കയറാൻ നല്ല സൗകര്യമാണ്. മതിൽ പൊളിച്ചല്ലേ? ആ, നമുക്കിനി ഏതായാലും ആ ബാക്കി സാധനങ്ങളെ ഒന്ന് കാണാം കേട്ടോ. ആനയുടെ കാൽപ്പാടുണ്ടോ? വലിയ കാൽപ്പാടാണ് കേട്ടോ. അതായത് നമുക്ക് ഇനി താഴെയും കുറച്ച് ആൾക്കാരുടെ സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം, ഏതായാലും ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് നമ്മളിപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ആ വഴിയുടെ സൈഡിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. ആന ഇറങ്ങിപ്പോയ പോക്കിന് ഇവിടെയുള്ള ഈ ഒരു പനയെല്ലാം നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വഴിക്ക് ഇങ്ങനെ താഴേക്കാണ് ആന ഇറങ്ങി പോയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്തൊക്കെയാണ് ഇതിൻ്റെ നാശനഷ്ടം എന്നൊക്കെ ഉള്ളത് നമുക്ക് നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കാം കേട്ടോ. ആനയുടെ ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ടോ? ആ സമയത്ത് തന്നെ ഇവിടെ കണ്ട ഒരു ചേട്ടനാണ്. ഈ ചേട്ടൻ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഏതായാലും സന്തോഷം.
ഇങ്ങനെയാണ് സംഭവം കിടക്കുന്നത്. നമുക്ക് ഏതായാലും താഴെ ഭാഗത്തേക്കും കൂടെ ഒന്ന് പോയി നോക്കാം. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അണങ്ങോട് ഓടന്തോട് റോഡാണ്. കണിച്ചാറ് പഞ്ചായത്തിൻ്റെ തന്നെ കീഴിലുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ആ പറമ്പിൽ നിന്ന് ഒരു 3-4 പറമ്പ് കവർ ചെയ്ത് ആന ഇറങ്ങി വന്നിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെയാണ് ആന കയറി പോകുന്നത്. അപ്പോൾ ആന ഇവിടുന്ന് ഇറങ്ങി വെച്ചിട്ട് ഇതാ ഈ റോഡൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ പോയി ഇതാ ഈ വഴി തന്നെയാണ് ആന അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുന്നത്. കേട്ടോ, ഇതാണ് സംഭവം. ഇതിനാണ് ആന അപ്പുറത്ത് ആറളം ഫാമാണ്. ഞാൻ അതിൻ്റെ ഒരു ദൃശ്യങ്ങളും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആ സ്ഥലത്ത് അവിടെ നിന്ന് ഇവിടെ നമുക്ക് പുഴ കാണാം. ഈ പുഴ കടന്നാണ് ആന അപ്പുറത്തെ, അതായത് അപ്പുറത്തെ സൈഡ് ആറളം പ്രദേശമാണ്, ആറളം ഫാമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്തേക്ക് ആന കടക്കുന്നത് ഈ ഒരു ഭാഗത്തു കൂടിയാണ്. നിങ്ങൾക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കമ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇതാണ് ഫെൻസിങ്. ഇവിടെയൊക്കെ ഉണ്ട് ഫെൻസിങ്, ഇവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ലൈനായിട്ട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആന ഈ ഒരു ഭാഗത്തോടെയാണ് കയറി വരുന്നത്. ഈ ഫെൻസിങ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഇല്ല എന്നുള്ളത് ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ ഇത്രയും ഫെൻസിങ് ഉണ്ടായിട്ട് ആന അതിൽ കൂളായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് കറണ്ട് ഇല്ല, അതും അല്ലെങ്കിൽ ഈ ഫെൻസിങ് കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇത്രയും നല്ല ഒഴുക്കുള്ള ഒരു പുഴയാണ്. ആനയ്ക്ക് ഒഴുക്കൊന്നും ഒരു വിഷയമല്ല, എങ്കിൽ പോലും ഇതൊക്കെ ഭേദിച്ച് ഈ കുന്നില്ലേ, ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇച്ചിരി മുന്നേ കാണിച്ച ആന കയറി. അതായത് ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ആന ഇങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഞാൻ കറക്റ്റ് സ്ഥലം ഒന്നുകൂടെ കാണിച്ചു തരാം. അതല്ല, ഇതിൻ്റെ അപ്പുറത്താണ് ആറളം ഫാം ഉള്ളത്. അതായത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ആന ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഞാനിത് കുറേ നാളായിട്ട് ആന ഏതിലെയാണ് കയറി വരുന്നത്, ഏതിലെയാണ് ഇറങ്ങി പോകുന്നതെന്ന് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. കാരണം അതാണ് നമുക്ക് കിട്ടാതെ പോയത്. ഏതായാലും ആന വരുന്ന സ്ഥലം നമുക്ക് കിട്ടിയതാ ഈ ഒരു വഴി. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു വഴിക്ക് നേരെ ഇറങ്ങി വരുന്നത് ഈ കുന്നിൽ കൂടെ കയറി ഇതിലിറങ്ങി ആന ഇതിലെയോ അല്ലെങ്കിൽ ഇതിലെയോ ആയിരിക്കും ഇറങ്ങി ക്രോസ് ചെയ്ത് പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നു. ഈ പുഴ കാണാനൊക്കെ വളരെ ഭംഗിയാട്ടോ, ഭയങ്കര രസമാണ് ഈ പുഴയൊക്കെ കാണാനായിട്ട്. ഒഴുകുന്ന കാണാനാണേലും ആ വലിയ ഒഴുക്കൊക്കെ അങ്ങ് നിന്നു. കഴിഞ്ഞ ദിവസമൊക്കെ വയനാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ബാവലി ഭാഗത്തു നിന്നൊക്കെ ഉള്ള ആ വലിയ കുത്തൊഴുക്കൊക്കെ അങ്ങ് നിന്ന് ഇപ്പോൾ വെള്ളത്തിൻ്റെ കലക്കൊക്കെ അങ്ങ് നിന്നു. ഏതായാലും വലിയ വെള്ളമൊഴുക്കുള്ള സമയത്തൊന്നും ആന ഇങ്ങോട്ട് കിടക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആന നേരെ ഇതിലേ കിടക്കണം. ഞാനത് ഈ വഴിക്കൂടെ തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തന്നാ ഈ വഴി കൂടെ, അതുപോലെ തന്നെ അപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി വന്നിട്ട് ഇതിലെ ഇങ്ങനെ വന്ന് ഇതിലെയാണ് ആന ക്രോസ് ചെയ്ത് അപ്പുറത്തെ കരയിലോട്ട് പോകുന്നത്. ഇപ്പം നമുക്കിവിടെ നോക്കിയ ആളുകളെയൊക്കെ കാണാം, അവിടെ മീൻ പിടിക്കുന്ന ആളെ കാണാം, ഇവിടെ അലക്കുന്ന ആൾക്കാരെ കാണാം. ഏതായാലും പക്ഷേ ഒരു 6 മണി കഴിയുമ്പോഴത്തേക്കും ആ ഇലക്ട്രിക് ഫെൻസിങ്ങൊക്കെ ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഏത് നിമിഷം വേണമെങ്കിലും ആന വരാം. ഇത്രയും സ്ഥലം കവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ തന്നെ ഈ കാണിച്ച 1-2 സ്ഥലങ്ങൾ, 2-3 സ്ഥലങ്ങളെ ഞാൻ കാണിച്ചുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സംഭവം എടുക്കാനായിട്ട് വന്നപ്പോൾ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ലേറ്റ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അതാണ് നമുക്ക് കറക്റ്റായിട്ട് പ്രൂഫൊന്നും കാണിക്കാൻ പറ്റാതെ പോയത്. വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴയൊക്കെ കർഷകരാണ്, നമുക്കറിയാം. എല്ലാവരും ഒന്നും വാഴ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയല്ല. എത്ര നഷ്ടം സഹിച്ചാണെങ്കിലും അവർ പിന്നെയും കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കർഷകരുടെ ഒരു പ്രത്യേകത. ആ ഒരു കർഷകരുടെ ആ ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മുതലാക്കുന്നത്. എത്ര കുത്തുകൊണ്ടാലും പിന്നെയും തിരിച്ച് അവർ ഒന്നും മിണ്ടാതെ അത് തുടർന്നോളും എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കണം കർഷകർക്ക് എന്ത് വന്നാലും ആരും തിരിഞ്ഞ് നോക്കാനില്ലാത്തത്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കൃഷി നിർത്തും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞാലും കുലത്തൊഴിൽ അല്ലെങ്കിൽ അവർ ചെറുപ്പം മുതലേ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ജോലി, ആ ഒരു ശീലം അവർക്ക് മാറ്റാനായിട്ട് പറ്റില്ല. വൺസ് എ ഫാർമർ ഈസ് ഓൾവേസ് എ ഫാർമർ എന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് വിട്ട് മാറാൻ പറ്റില്ല. അതൊരു ഒരു പ്രത്യേകതരം ഒരു ആർട്ടാണ്. ഓരോന്ന് വെച്ച് നട്ട് വളർത്തുക, അതിൽ നിന്ന് ഫലം കൊയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു ഒരുതരം കലയും കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാർക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഒന്നും അങ്ങനെ കൃഷി ചെയ്ത് വിജയിപ്പിക്കാനും പറ്റിയാണ്. ഈ കർഷകർക്ക് വേണ്ട സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എല്ലാ അധികാരികളുടെയും ഉത്തരവാദിത്വം. അവരുടെ പറമ്പിലേക്ക് ഇങ്ങനെ ആന വരാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനും, ജീവനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ ചേട്ടൻ്റെ വീട് നമ്മൾ കണ്ടു, ആ ചേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരെ ആന വന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും അവരൊക്കെ എത്രത്തോളം പേടിച്ചായിരിക്കും ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവുക. എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ആ പ്രദേശത്തോടൊക്കെ പോയപ്പോൾ പേടിയായി.
പല സ്ഥലത്തും റബ്ബർ തോട്ടം ആണെങ്കിൽ പോലും റബ്ബറിന് വില കുറവായതുകൊണ്ടും മറ്റുമൊക്കെ ഒത്തിരി തോട്ടങ്ങൾ ആൾക്കാർ റബ്ബർ പോലും വെട്ടാതെ ഇട്ടിരിക്കുകയാണ്. ഒത്തിരി റബ്ബർ തോട്ടങ്ങൾ ഒന്നും ചെയ്യാതെ കാട് പോലും തെളിക്കാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾക്ക് സൗകര്യമാക്കി. പക്ഷേ എനിക്ക് മനസ്സിലാത്ത ഇത്രയും ഫെൻസിങ് ഉണ്ടായിട്ടും ഈ പുഴയുടെ സൈഡ് മൊത്തം ഇലക്ട്രിക് ഫെൻസിങ് ഉള്ളതാണ്. പക്ഷേ ആ ഫെൻസിങ് പൊട്ടിച്ചിട്ടൊന്നും അല്ല ആന ഇങ്ങോട്ട് വരുന്നത്, പൊട്ടിക്കാതെ തന്നെ ആന ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫെൻസിങ്ങിന് എന്തൊക്കെയോ തകരാറുകളുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഏതായാലും ആന അപ്പുറത്ത് വരുന്നുമുണ്ട്, ആന ഇത് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്, ആൾക്കാരുടെ നശിപ്പിക്കാനുള്ളതൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മളൊരു പന കിടക്കുന്നത് കണ്ടു, ആ പനയും ഇതുപോലെ തന്നെ ആന കളഞ്ഞാണ്. ആ പോകുന്ന വഴിക്ക് ആനയ്ക്ക് നശിപ്പിച്ച് അല്ലെങ്കിൽ ആനയ്ക്ക് തിന്നാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ മാക്സിമം തിന്നിട്ട് തന്നെയാണ് ആന പോകുന്നത്. ആന വെറും കൈയോടെ പോകുന്നില്ല. ഒരു രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നുണ്ട്. പലരും കാണുന്നില്ല. ഇത്രയും ഈ കൊട്ടിയൂർ, കണിച്ചാറ്, കേളവം ഭാഗത്തൊക്കെ വന്നാൽ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അത്യാവശ്യം 1 ഏക്കർ, ഏറ്റവും കുറഞ്ഞ 1 ഏക്കറൊക്കെ സ്ഥലമുള്ള ആൾക്കാരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ ഈ ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കുറഞ്ഞ സ്ഥലമുള്ളവരുണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഈ പറമ്പിക്കൂടെയൊക്കെ ആന ഇറങ്ങി അറിയണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വളരെ ശോചനീയാവസ്ഥയാണ്. ഏതായാലും എല്ലാ പ്രാവശ്യം കാണിക്കുന്ന പോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുകയാണ്. ഏതായാലും ആന ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആന ആക്രമിച്ച് എത്ര പേരുടെ മരണവാർത്തയൊക്കെ നമ്മൾ കാണിച്ചു. അപ്പോൾ അതൊക്കെ ഇനി ഒരു ജീവൻ പോലും പോകാതെ ഇരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് 10 ലക്ഷവും വീടും ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലാത്തവർ ഇതിന് ഈ പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം നമ്മളത് പോകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. ഏതായാലും വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.